പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങൾ 20 നഗരങ്ങളിൽ 14 ഇന്ത്യയുടെ എണ്ണയാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഈ വെല്ലുവിളികൾ നമ്മുടെ ആരോഗ്യം, സാമ്പത്തികം, പരിസ്ഥിതി, വാഹനങ്ങൾ പെട്രോൾ, ഡീസൽ എന്നിവയേക്കാൾ കുറഞ്ഞ ചെലവ് 2 പോലെയുള്ള നയങ്ങളിലൂടെ ഉപഭോക്താക്കൾക്ക് EV വാങ്ങാൻ സബ്സിഡികൾ നൽകി വരുന്നു. നിർമ്മാതാക്കളും EV ഫാക്ടറികൾ, ബാറ്ററി യൂണിറ്റുകൾ, ചാർജിംഗ് സ്റ്റേഷൻ, ടാറ്റ മോട്ടോഴ്സ്, ഓല ഇലക്ട്രിക്, എയ്തർ എനർജി എന്നിവ വലിയ നിലയിൽ നേതൃത്വം വഹിക്കുന്നുണ്ട്. തദ്ദേശീയ സോഡിയം അയൺ ബാറ്ററികളും സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളും കണ്ടെത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഇത് EVകളുടെ ചെലവുകൾ ഭാവിയിൽ ഗണ്യമായി കുറയ്ക്കും. EVകൾ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നു, എന്നാൽ അവയെ യഥാർത്ഥത്തിൽ സുസ്ഥിരമാക്കുന്നതിനുള്ള താക്കോൽ പറയുന്ന റേഞ്ചിന്റെ പരിധിയിൽ ആ ഒരു പോരായ്മയും. എന്നാൽ അതിവേഗ ചാർജിംഗ് നെറ്റ്വർക്കുകൾ നിർമ്മിച്ചും സബ്സിഡികൾ വാഗ്ദാനം ചെയ്ത് ആനോഡ്, കാഥോഡ്, സെപ്പറേറ്റർ, ഇലക്ട്രോലൈറ്റ് എന്നിവ ചേർത്ത് സെല്ലുകൾ നിർമ്മിക്കുകയും ബാറ്ററി ശേഷിയുടെ കുറവ്, അതായത് EVയുടെ പ്രധാന ഘടകമാണ് ബാറ്ററി. ഈ വിപണി വളരെയേറെ മെച്ചപ്പെടുകയും EV മാർക്കറ്റ് കൂടുതൽ സുസ്ഥിരമാകുകയും ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സാങ്കേതിക വിദ്യ